വെൽക്കം മിഷൻ ഹിന്ദി ലേണിംഗ് ക്ലാസ്. മിഷൻ ഹിന്ദി ലേണിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല സന്ദർഭങ്ങളിലും നമ്മൾ സ്വന്തമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ഒന്ന് നമ്മൾ ഒരു ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോഴോ ഒക്കെ നമ്മളെക്കുറിച്ച് പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മളെ അറിയാത്തവരാണ്, നമ്മളൊരു ഫാമിലി ഗ്രൂപ്പിലോട്ട് പോകുമ്പോഴാണെങ്കിൽ അവിടെയും നമ്മളെക്കുറിച്ചൊന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒട്ടും തെറ്റില്ലാതെ അല്ലെങ്കിൽ ഒരു സംശയം കൂടാതെ എങ്ങനെയാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തുന്നത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഇന്നത്തെ ലൈഫിൽ നമുക്ക് ഹിന്ദി ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഷയാണ്. അത് നമുക്ക് വളരെ ഫ്ലുവൻ്റായി പഠിക്കാം. നമ്മളൊരാളെ ആദ്യമായി കാണുമ്പോൾ അവരോട് ചോദിക്കുന്നത് ആപ്കാ നാം ക്യാ ഹേ, നിങ്ങളുടെ പേരെന്താണ്? ആപ്കാ നാം ക്യാ ഹേ എന്ന് വെച്ചാൽ നിങ്ങളുടെ പേരെന്താണ്. അപ്പോൾ പേര് പറയുന്നതാണ് മേരാ നാം മായാ ഹേ. മേരാ നാം മായാ ഹേ, എൻ്റെ പേര് മായ എന്നാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന അടുത്ത ഒരു ചോദ്യമാണ്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ആപ് കഹാം സേ ഹേ, നിങ്ങൾ എവിടെ നിന്നാണ്? കഹാം എവിടെ, ആപ് കഹാം സേ ഹേ, നിങ്ങൾ എവിടെ നിന്നാണ്, അതായത് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. മേം കേരൾ സേ ഹും, ഞാൻ കേരളത്തിൽ നിന്നാണ്. മേം കേരൾ സേ എന്ന് പറഞ്ഞാൽ നിന്ന് എന്നുള്ള അർത്ഥമാണ്. ഞാൻ കേരളത്തിൽ നിന്നാണ്. ഇനി നിങ്ങളുടെ സ്ഥലം കേരളമല്ല മുംബൈ ആണെന്നുണ്ടെങ്കിൽ മുംബൈ സേ ഹും എന്ന് ഏത് സ്ഥലമാണോ അത് പറയാം. ആപ് ക്യാ കർത്തി ഹേ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുവാണ്. ആപ് ക്യാ കർത്തി ഹേ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? മേം ഘർ കാ കാം കർത്തി ഹും ഔർ ഹിന്ദി സീഖ്തി ഹും, ഞാൻ വീട്ടിലെ ജോലികൾ ചെയ്യുന്നു, അതായത് ഹൗസ് വൈഫാണ് എന്നാണ് പറഞ്ഞത്. അതുപോലെ ഹിന്ദി പഠിക്കുകയും ചെയ്യുന്നു. ഞാൻ വീട്ടുജോലികൾ ചെയ്യുകയും ഹിന്ദി പഠിക്കുകയും ചെയ്യുന്നു. ഘർ കാ കാം എന്ന് പറഞ്ഞാൽ വീട്ടുജോലി, ഹൗസ് വൈഫ് എന്നാണ്. അതുപോലെ ഹിന്ദി സീഖിന, ഹിന്ദി പഠിക്കുക. ആപ്കോ ഹിന്ദി കൈസി ലഗ്തി ഹേ, നിങ്ങൾക്ക് ഹിന്ദി എങ്ങനെയുണ്ട്? ആപ്കോ ഹിന്ദി കൈസി ലഗ്തി ഹേ, ഹിന്ദി എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഹിന്ദി ഇഷ്ടമാണോ? മുझे ഹിന്ദി ബഹുത് അച്ചി ലഗ്തി ഹേ, എനിക്ക് ഹിന്ദി വളരെ ഇഷ്ടമാണ്. ബഹുത് അച്ചി എന്ന് പറഞ്ഞാൽ വളരെ, ലഗ്തി ഹേ ഇഷ്ടമാണ്. മുझे ഹിന്ദി ബഹുത് അച്ചി ലഗ്തി ഹേ, എനിക്ക് ഹിന്ദി വളരെ ഇഷ്ടമാണ്. മുझे ഹിന്ദി സീഖന പസന്ത് ഹേ, നമുക്ക് ഇഷ്ടമാണെന്നുള്ള വേറെ രീതിയിലും പറയാം. പസന്ത് ഇഷ്ടമാണ്, എനിക്ക് ഹിന്ദി പഠിക്കാൻ ഇഷ്ടമാണ് എന്ന് ഈ രീതിയിലും പറയാം കേട്ടോ. മേം റോസ് ഹിന്ദി കാ അഭ്യാസ് കർത്തി ഹും, ഞാൻ ദിവസവും ഹിന്ദി പരിശീലിക്കുന്നു. റോസ് എന്ന് വെച്ചാൽ ദിവസവും, അഭ്യാസ് കർണ പരിശീലിക്കുക. മേം റോസ് ഹിന്ദി അഭ്യാസ് കർത്തി ഹും. മുझे നയി ബാത്തേം സീഖന അച്ഛാ ലഗ്താ ഹേ, എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടമാണ്. സീഖന പഠിക്കുക, നയി ബാത്തേം പുതിയ കാര്യങ്ങൾ. ആപ് ഭി മേരെ സാത്ത് ഹിന്ദി സീഖിയേ, നിങ്ങളും എൻ്റെ കൂടെ ഹിന്ദി പഠിക്കൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളും എൻ്റെ കൂടെ ഹിന്ദി പഠിക്കൂ എന്ന് നമ്മൾ സാധാരണ രീതി പറയാറുണ്ട്. ആപ് ഭി താങ്കളും അല്ലെ നിങ്ങളും, മേരെ സാത്ത് എൻ്റെ കൂടെ, ഹിന്ദി സീഖിയേ ഹിന്ദി പഠിക്കൂ അല്ലെ ഹിന്ദി പഠിച്ചാലും. ഖാന ഖാലിയ, ഭക്ഷണം കഴിച്ചോ? ഖാന ഭക്ഷണം, ഖാലിയ കഴിക്കുക. ഖാന ഖാലിയ, ഭക്ഷണം കഴിച്ചോ? ഹാം, സാധാരണ നമ്മൾ ചോദിക്കുന്നതാണ് ഭക്ഷണം കഴിച്ചോ. അതെ, ഹാം എന്ന് വെച്ചാൽ അതെ. മേനെ ഞാൻ, ഖാന ഖാലിയ ഭക്ഷണം കഴിച്ചു. ഹാം മേനെ ഖാന ഖാലിയ, ഞാൻ ഭക്ഷണം കഴിച്ചു. അബ് മേം സോനെ ജാ രഹി ഹും, ഇനി ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. അബ് എന്ന് വെച്ചാൽ ഇപ്പോൾ. മേനെ സോന ജാ രഹി ഹും, ഞാൻ ഉറങ്ങാൻ പോകുന്നു. നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷനാണ് ഇത്രയും നേരം ചെയ്തത്. ഇത് നമുക്ക് അത്യാവശ്യം ഒരാളെ കാണുമ്പോഴുള്ള സംഭാഷണത്തിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും, അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുതിയ വീഡിയോയുമായി വരാം. ബൈ.